IS റിക്രൂട്ട്മെന്റ് കേസിൽ കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി. കൊച്ചി NIA പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇവരുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അൽനമ്പ്യാർ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ആളുകളെ IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിന് പ്രവർത്തിച്ച ആളുകളാണ് എന്നും ഭീകരവാദം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. 2017-2018 കാലത്താണ് ഈ പ്രതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതായി കണ്ടെത്തുന്നത്. 2016-17 കാലത്തെല്ലാം തന്നെ 2013 മുതൽ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഇവർ സജീവമായിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് 2019 പ്രതികളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് ശേഷം നടന്ന ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലെ ഗൂഢാലോചനയിലും ഇവർ പങ്കാളികളായി. ജയിലിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ കേസിൽ ഇവർ ഇപ്പോൾ കോയമ്പത്തൂരിൽ ജയിലിലാണുള്ളത്. ഇതിനിടയിലാണ് കേരളത്തിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമായി നടത്തിയ IS റിക്രൂട്ട്മെൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. മാത്രമല്ല, ഇതിലെ പല ഭീകരവാദ കേസുകളിലെ പ്രതികളെയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട നേതൃത്വം നൽകിയ ആളുകളാണ് ഈ അസറുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തുകയും അത് കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ മറ്റു ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തി. നിലവിൽ UAPA ആക്ടിലെ 38, 39 വകുപ്പുകളും ഗൂഢാലോചനയും ചുമത്തിയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ 3 കുറ്റങ്ങളും പ്രതികളിൽ തെളിഞ്ഞിരിക്കുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കോയമ്പത്തൂരിലും അടക്കം വെച്ച് നിരവധി ഗൂഢാലോചനകൾ ഇവർ നടത്തിയിട്ടുണ്ട്. വിവിധ സ്ഫോടന പദ്ധതികൾക്കുള്ള ഗൂഢാലോചനകളിൽ പങ്കാളികളായിട്ടുണ്ട് എന്നും കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല, 2019 IS കേസിൽ NIA ചോദ്യം ചെയ്തിട്ടുള്ള ജമേഷ മുബിൻ, ചാവേറായി പൊട്ടിത്തെറിച്ച ജമേഷ മുബിൻ ഇതിൽ അസറുദ്ദീനെ ജയിലിൽ വെച്ച് കണ്ടതിനും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനുമുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പ്രതികളുടെ പങ്കാളിത്തം കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. IS റിക്രൂട്ട്മെന്റ് കേസിൽ കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി. കൊച്ചി NIA പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിച്ചത്. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.